ഏതായി ഭാര്യ ഭർത്താക്കള് കേൾക്കണമേ, പുതിയ പിളമാര്, കല്യാണം കഴിച്ച ചെറുപ്പക്കാരാ, കഴിക്കാനെടുത്തിരിക്കുന്ന ചൂട് ചൂട് പുതിയ പിളമാര്, എല്ലാവരും കേട്ടോളൂ. ദാമ്പത്യമെന്നത്, ഭാര്യ ഭർത്തൃ ജീവിതമെന്നത് കുട്ടിക്കളിയല്ല. അർത്ഥമുണ്ടതിന്, പൊരുളുണ്ടതിന്, പറഞ്ഞാൽ തീരാത്ത രഹസ്യങ്ങളുണ്ടതിന്. ഈ ദാമ്പത്യ ജീവിതം എന്നതിന്റെ തുടക്കം ദുനിയാവിലല്ല, അത് സ്വർഗത്തിലാണ്. ആദ്യം നടന്ന വിവാഹം, ആദ്യം നടന്ന കല്യാണം, ആദ്യമുണ്ടായ ഭാര്യ ഭർത്താക്കന്മാർ, ആദ്യം തുടങ്ങിയ ദാമ്പത്യ ജീവിതം അത് സ്വർഗത്തിലാണ്. ഇനി അവസാനിക്കുന്നതും ദുനിയാവിലല്ല, സ്വർഗത്തില് തന്നെ. മുത്തുനബി തങ്ങള് പറഞ്ഞല്ലോ, അവിടെ എന്റെ ഭാര്യയാണ് ആസിയ, സ്വർഗലോകത്തിന്റെ ഭാര്യയാണ് ഖദീജ, സ്വർഗലോകത്തിന്റെ ഭാര്യയാണ് ആസിയ. മുസ്തഫായ റസൂലുള്ളാഹ് നമുക്കും അവിടെ ഭാര്യമാരുണ്ട്. നമ്മുടെ ഭാര്യമാർക്ക് അവിടെ മാപ്പിളമാരുണ്ട്. അപ്പൊ ഉസ്താദ്, അവിടെ ഞാനല്ലാത്ത മാപ്പിള വേറെ, നീ അല്ലാത്ത മാപ്പിളല്ല, നീ എന്നെ, നിന്റെ ഓക്ക് നീ എന്നെ. ആ അവസ്ഥ സമാധാനായി, ഞാൻ എന്നല്ലേ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ ഓളെ പോലെ നല്ലവനാണോ? നീ ഇവിടെ മൂക്കറ്റ വരെ കള്ളും കുടിച്ചിട്ട് പൊക്കിളി വീച്ചിട്ട് ഇങ്ങനെ നടന്നെങ്കിൽ നിനക്ക് സ്വർഗം പോയിട്ട് ഓളെ മാപ്പിളാന്ന് പോയിട്ട് സ്വർഗത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ കഴിയില്ല. ചെറുപ്പക്കാരെ കേൾക്കണേ, ഇത് ഇന്നിപ്പോ അധിക യുവാക്കളും മദ്യത്തിന്റെ അടിമകളാ, ലഹരിയുടെ അടിമകളാ, അല്ലേ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല. അവരെ പ്രായത്തിന്റെ ഒരു തരികിടയാണത്, അവരുടെ പ്രായത്തിൽ വന്നു പോകുന്ന ഒരു ബുദ്ധിമോശമാണത്. ശരിയാക്കാവുന്നതേയുള്ളൂ. ആ പ്രായത്തിൽ വരുന്ന തെറ്റ് പർവ്വതീകരിച്ച് പ്രായം ചെന്നവരെ കാരണവന്മാർ, വയസ്സന്മാർ, ആ പ്രായത്തിന്റെ കാരണമായി, അതല്ലെങ്കിൽ യുവത്വത്തിന്റെ കാരണമായി തെറ്റുവന്നതിന്റെ പേരില് നാട്ടിന്റെ കാരണവന്മാർ കാലാകാലം യുവാക്കളെ പടിക്ക് പുറത്തിടുന്നതിന് അർത്ഥവുമില്ല. ഓമറ്റേ ഇല്ല. എന്തേ 16 കൊല്ലം എന്നെ കള്ളു കുടിച്ചിരിക്കുന്നു. എപ്പത്തെ കഥ? ഓന്റെ യുവത്വ കാലത്ത് കള്ളു കുടിച്ച് അതിനൊരു മാപ്പില്ലേ? പടച്ചറപ്പ് പൊറുക്കുമെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പൊറുത്തൂട? എന്റെ ഉറൂസ് കമ്മിറ്റിയിൽ മെമ്പറാക്കി ഇപ്പൊ പറയുമ്പല്ല ഞങ്ങളെ പറ്റി തന്നെ പറഞ്ഞു വിചാരിച്ചു. ഇതിപ്പോ നിങ്ങളെ പറ്റിയൊന്നുമല്ല, ഞാൻ ഒരു ഉദാഹരണം പറയണല്ലോ. ഉദാഹരണം പറയുമ്പോഴല്ലേ പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? ഞങ്ങൾ പിന്നെ പഠിച്ചതും അങ്ങനെയാണല്ലോ, അല്ലേ? അള്ളാഹു ഖുർആനിലെ ഉദാഹരണം തന്നെയാ പറയുന്നത്. ഉദാഹരണം പറഞ്ഞിട്ട് വേല പറയുമ്പോ, ഉദാഹരണം പറഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോ, ഉദാഹരണം പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുമ്പോ, ഉദാഹരണം പറഞ്ഞിട്ട് കോച്ചിങ് നടത്തുമ്പോ, ഉദാഹരണം പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോ അത് നല്ലോണം എഫക്റ്റീവാണ്, ഉപകാരപ്രദമാണ്, പെട്ടെന്ന് മണ്ടയിൽ കയറാനത് സഹായകമാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ഉദാഹരണം പറയാൻ അശേഷം പോലും നാണിച്ചില്ല. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലം മാ ബഅൂല. ചെറുപ്രാണിയെ പോലും ഉദാഹരണമാക്കി നിങ്ങളെ മുമ്പിൽ നന്മ ഉപദേശിക്കാൻ പടച്ച റബ്ബിന് നാണമില്ല. ഇവിടുത്തെ കഥ പറഞ്ഞത് ഉറൂസ് കമ്മിറ്റിയിൽ എടുക്കാൻ എന്റെ എന്ന്. ഈ 16 കൊല്ലം മുമ്പ് കള്ളുകുടിച്ചതിന്റെ പേരില്, ഏതോ ഒരു യുവത്വ പ്രായത്തിൽ തെറ്റുവന്നതിന്റെ പേരില് എല്ലാ കാലവും പഠിക്ക് നിർത്തുന്നതിനർത്ഥമില്ലല്ലോ. പണ്ടപ്പോഴോ തെറ്റുവന്നു എന്ന് പറഞ്ഞിട്ട് ഇനി 16 കൊല്ലം കഴിഞ്ഞിട്ടും ഉറൂസിന്റെ വേദിയിൽ കയറ്റാതിരിക്കുന്നതിനർത്ഥമില്ല. അവരിനകത്താക്കണം, അത് പ്രായത്തിന്റെ ഗുണമാണ്. ഇരിക്കട്ടെ ചെറുപ്പക്കാരാ,
സുന്ദരിയായ സുമുഖിയായ നല്ലവളായ സച്ചരിതയായ സദ്വൃതയായ സ്വാലിഹത്തായ നിന്റെ ഭാര്യ നാളെ സ്വർഗലോകത്തും നിനക്ക് വേണോ? അവളെ കൂടെ നീയും നന്നാകണേ, നന്മയുള്ളവനാകണേ, അടിമുടി നീ ഇസ്ലാമുള്ളവനാകണേ. അതുപോലെ തന്നെ പറയട്ടെ പെണ്ണ്, എന്റെ വാല് കേൾക്കുന്ന ഭാര്യമാര് നല്ലവനായ സ്വാലിഹായ പിരിശപ്പെട്ട സ്നേഹസമ്പന്നനായ സ്നേഹനിധിയായ ഒരിക്കലും മറക്കാനോ പിരിയാനോ കഴിയാത്ത നിന്റെ പിരിശപ്പെട്ട ഭർത്താവിന് നാളെ സ്വർഗലോകത്ത് നിനക്ക് കിട്ടണോ? നീയും അവനെ പോലെ നന്നാകണേ, സൽക്കർമ്മിയാകണേ, മതബോധമുള്ളവളാകണേ. മാപ്പിള മാരിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെട്ടോ. മാപ്പിള നല്ല പോലെ മാരിബ് നമസ്കരിക്കുന്നു, ജമാഅത്തായി നമസ്കരിക്കുന്നു. വീട്ടിലും അയാൾ നമസ്കാരമുള്ളവനാണ്. പക്ഷേ കെട്ടിയ പെണ്ണോ സീരിയലിന്റെ മുന്നിലാണെങ്കിൽ പൊന്നുമോള്, നിനക്കവന്റെ കൂടെ സ്വർഗമില്ല, മറക്കണ്ട. ദാമ്പത്യം എന്നത് കുട്ടിക്കളിയല്ലല്ലോ, അത് ഒറ്റക്കായി നടത്തേണ്ട ജീവിതമല്ലല്ലോ. ദാമ്പത്യ ജീവിതം എന്നത് ഒറ്റക്കായിട്ട് സംഗതി നടക്കില്ല, ഇല്ല. ദാമ്പത്യം എന്നത് ഇണതുണകളാണ്, സതിപതികളാണ്, പതിപത്നിമാരാണ്, ദമ്പതിമാരാണ്, ആണ് പെണ്ണ് കൂടിയിട്ടുള്ള ജീവിതമാണ് ദാമ്പത്യം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞ ഈ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതം അത് മനോഹരമാണ്, കൃത്യമാണ്, കാലികമാണ്, പ്രസക്തമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദാമ്പത്യ ജീവിതത്തിനെ കാണിച്ചു തന്നതുപോലെയുള്ള ചിട്ടവട്ടങ്ങള് ഒരു മതങ്ങളും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക ശാസ്ത്രങ്ങളും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധമായ ദീനിന്റെ നയനിലപാടുകള്, ദീനിന്റെ കാര്യങ്ങള്, ദാമ്പത്യ ജീവിതത്തിന്റെ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ദീനി പറഞ്ഞ രൂപത്തില് അത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന് നിർബന്ധമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. മാപ്പിള ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് വൈരാഗ്യമോ പിണക്കമോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ തുടങ്ങിയതാണല്ലോ കല്യാണം, സ്വർഗത്തിൽ തന്നെയാണല്ലോ അവസാനവും. എന്നാൽ അതിന്റെ ഇടയ്ക്കുള്ള ജീവിതമാണ് ദുന്യവിയായ ജീവിതം. ഈ ജീവിതത്തില് സ്വർഗത്തില് തുടങ്ങിയ ദാമ്പത്യമില്ല. സുഖലോക സ്വർഗത്തില് ഒടുക്കം അവസാനിക്കുന്ന ദാമ്പത്യ ജീവിതമില്ല. അതിന്റെ ഇടയ്ക്കുള്ള ദുന്യവിയായ ജീവിതത്തില് അത് നരകതുല്യമാകരുത്. പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാകരുത്, പരസ്പരം പോരടിക്കുന്ന വിധത്തിലാകരുത്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാകരുത്. കേൾക്കണമിത്, ഭാര്യ ഭർത്താക്കന്മാർ നല്ലപോലെ കേൾക്കണമിത്. വയസ്സന്മാരായ മാപ്പിള പെഞ്ഞായിമാരാണെങ്കിലും കിളവന്മാരാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും 80 കഴിഞ്ഞ മാപ്പിള പെഞ്ഞായിമാരാണേലും അവരും കേൾക്കണമിത്. വയസ്സായതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിലുള്ള ബന്ധം കുറയുന്നില്ല, അകലം കുറയുന്നില്ല, ഇല്ല. അടുപ്പം കുറക്കണ്ട. എല്ലാം കൊണ്ടും ഏത് പ്രായമായാലും എത്ര വയസ്സായാലും
സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ദീന് പറഞ്ഞതെന്തറിയാ? പരിശുദ്ധമായ ദീന് പറയുന്നു, എത്ര വയസ്സന്മാരായ മാപ്പിള ഭാര്യ ഭർത്താക്കന്മാരായാലും അവർ ജീവിക്കേണ്ടത് ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിള പുതിനാട്ടിമാരെ പോലെയാണ്. കേൾക്കണം. 85 കഴിഞ്ഞ വയസ്സനായ വാപ്പ, വയസ്സത്തിയായ ഉമ്മ, പക്ഷെ അവരുടെ ജീവിതം, അവരുടെ സംസാരം, അവരുടെ ഇടപെടല്, അവരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള കളിചിരി തമാശകള്, അത് ഇന്നലെ കഴിഞ്ഞ മംഗലം കഴിഞ്ഞ പുതിയാപ്പിള പുതിനാട്ടിന്റെ ചൂട് പോലെ ഉണ്ടാവും. അവരെ വിഷയം, അവരെ പഴക്കം, അവരെ കളി, അവരെ ചിരി, അവരെ മിണ്ടാട്ടം, അവരെ തമാശ, അവരെ പോക്ക്, അവരെ വരവ് കണ്ടിട്ട് ഞങ്ങള് എങ്കുമേം പറയണം, കണ്ട മൂത്ത വിങ്കിന്റെ ഒരു പിരിസപ്പാട് കണ്ട. ആര് പറയണോ? യൂത്ത് വിങ്ക് പറയണം മൂത്ത വിങ്കിനെ നോക്കിയിട്ട്. ഇന്ന് മൂത്ത വിങ്കില് ഉപ്പ കിച്ചനില്, അല്ല ഉമ്മ കിച്ചനില്, ഉപ്പ സിറ്റ് ഔട്ട്. അപ്പൊ റൂമിന്റെ ഉള്ളില് ചെക്കനും ചെക്കി. ഇവർ ബാഹർ ഗയ. എന്തേ? ഞങ്ങക്ക് ദീനിന്റെ നിലപാട് അങ്ങനെയല്ല. കേൾക്കണമിത്, നല്ല പോലെ കേൾക്കണമിത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ കൃത്യമാണ്. ദമ്പതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ ഒരു തലയണ വെച്ചിട്ടല്ലാതെ ഉറങ്ങരുത്. മനസ്സിലായില്ല എന്താ പറഞ്ഞേ? നബിതങ്ങളെ ഹദീസാ, സ്വഹീഹായ ഹദീസ്. ഭാര്യ ഭർത്താക്കന്മാർ നബിതങ്ങൾ ഇത്ര പ്രായം വരെ എന്ന് പറഞ്ഞിട്ടില്ല, ഇത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടില്ല, ഇത്ര കുട്ടികളാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ടില്ല, ഇത്ര പേരക്കിടാക്കളാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ടില്ല. മാപ്പിള ഭാര്യമാരാണോ, സതിപതികളാണോ, പതിപത്നിമാരാണോ, ദമ്പതിമാരാണോ? നബി തങ്ങൾ പറയുകയാണ്, അതേ മാപ്പിള പെഞ്ഞായിമാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, ദമ്പതിമാരെ, നിങ്ങൾ ഒരു തലയണയലല്ലാതെ തല വെച്ചുറങ്ങല്ലേ. രണ്ടാളും ഉപയോഗിക്കേണ്ടത് ഒരു തലയണ മാത്രമാണ്. തലയണി ബെൽറ്റ് മേങ്ങേണ്ടി വരും, അല്ലെ ചക്കര ബജാർന്ന് പോയിട്ട് തലയണ ബെൽറ്റ് വാങ്ങണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഇങ്ങനെ പോയിട്ട് ആ പഴയ തുണിയും വേസ്റ്റും പഴയ പാന്റും മമ്മദിന്റെ തൊപ്പിയെല്ലാം കൊണ്ടുവന്നിട്ട് ഉള്ളൊക്കെ നിറച്ചിട്ട് ഉള്ളത്തെല്ലാം കണ്ട ബെൽത്താക്കാൻ നിൽക്കണ്ട. എന്റെ തൊണ്ടനും തൊണ്ടിക്ക് ഉറങ്ങണല്ലോ എന്ന് പറഞ്ഞിട്ട് നീ ബെൽത്താക്കാൻ നിൽക്കണ്ട. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവർ അത്ര വിരിശപ്പാടില് കഴിയണം. ഒരുമയോടെ ഒരു തലയണിയിൽ രണ്ടാളും തല വെച്ചുറങ്ങുന്നത് പോലെ കാലാകാലം കഴിയണേ. പാടില്ല, പിരിയല്ലേ. തങ്ങൾ ഉദാഹരണമാക്കിയത് പരസ്പരമുള്ള ഒരുമപ്പാടിനാണെങ്കിൽ, പിരിശപ്പാടിനാണെങ്കിൽ ഇന്ന് ഇതേ തലയണ മന്ത്രമാണ് മാപ്പിള പെഞ്ഞായിമാരകറ്റിയത്, ദമ്പതിമാരുടെ ഇടയിലെ വിള്ളലുണ്ടാക്കിയത്. ഇതേ തലയണ മന്ത്രമാ, സംശയമില്ല. നല്ല പോലെ കേൾക്കണം. ദാമ്പത്യ ജീവിതം എന്നത് കുട്ടികളിയല്ല, അത് താൽക്കാലികമല്ല, അത് ചെറിയതായ ഒരു സുഖത്തിന് വേണ്ടിയുള്ളതല്ല, അതൊരു വൈകാരികമായ നിമിഷം തീർക്കാനുള്ളതല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഏറെ പോഷിയാക്കപ്പെട്ട ഒരു ജീവിതമാണ് ദാമ്പത്യ ജീവിതം. കല്യാണം കഴിക്കണമല്ലോ.
അതിന്റെ ഇടയിലൊരു വിഷയമല്ല. സ്വർഗത്തിന്റെ തൊപ്പാണ് നിങ്ങളെ ഇടതും വലതൊക്കെ മലായികത്യങ്ങളുണ്ട്, മണവാട്ടി ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് ഓരൊക്കെ കാണോ? എന്റെ സംശയമുണ്ട്. സൽപ്പുണ്ട്, ആരും കേട്ടിരുന്നിട്ടില്ലല്ലോ. ഓറ് കാണുന്ന വെച്ചാൽ ഓരോ കഴിവൊന്നല്ല, അള്ള കൊടുക്കുന്ന കഴിവ്. അപ്പൊ ഉസ്താദ് അള്ള കൊടുക്കുന്ന കഴിവ് ഓറ് കാണുന്നെങ്കിൽ അപ്പൊ ഞങ്ങളും കാണല്ല. അള്ള കൊടുക്കുന്ന കഴിവ് എന്നല്ലേ ഞങ്ങൾക്ക് നിനക്ക് തരാല. എന്തേ നീ ആണ്ടും പോണം കൊട്ട പറക്കാന്നെങ്കിൽ കട്ടിട്ടെടുക്കാന്നെങ്കിൽ നിനക്കാണ് നല്ല കഴിവ് തരുന്നത്. അവർ അങ്ങനെയല്ലല്ലോ. നീ ആദ്യം അവരെ പോലെ ആക്, എന്നാ നിനക്കും കാണണം. അത് അവർ തന്നെയാകണ്ട. മുഅ്മിനീങ്ങൾക്ക് പോലും അല്ലാഹു മറ്റുള്ള മുഅ്മിനീങ്ങളെ ഇബാദത്ത് കാണിച്ചു കൊടുക്കുന്നു. വിശിഷ്യ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലെ നമ്പർ 1 മുഅ്മിനീങ്ങളായ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, മുസ്തഫായ നബി തങ്ങൾക്ക് അവരുടെ മരണവും ജനനവും ഒരുപോലെയാ. അവർ ഇതെല്ലാം കാണുന്നു. പൈക്കമ്പണവാട്ടിയുമ്മ അതേ ജാതി വർഗ വർണ്ണ ഭാഷ ദേശ വ്യത്യാസമില്ലാതെ എത്രയോ കോടാനക്കോടി ജനങ്ങളുടെ ആശയായ താണിയായി, അഭയമായി, ശാന്തിയായി, സമാധാനമായി, പ്രതീക്ഷയായി ഇവിടെ കിടക്കുന്ന ഞങ്ങളെ ഉമ്മ, അള്ളാന്റെ വലിയത്തായ ഉമ്മ. പൈക്കമ്മാക്കാമുള്ളിൽ വാഴും വലിയത്ത് പുകളും മണവാട്ടി ബീവി മണി മൂത്ത്. സുബ്ഹാനല്ലാഹ്, അവർക്കും ഇത് കാണുന്നു. ഞങ്ങളെ കാണുന്നു, അല്ല കാണുന്നു. അല്ല കൊടുത്ത കഴിവ് കൊണ്ട് അവർ കാണുന്നു. ഖുർആനാണ്. വഖുൽ അമലൂ വഖുൽ അമലൂ. നിങ്ങൾ അമല് ചെയ്യണേ, കർമ്മനിരതരാകണേ. നിങ്ങൾ കർമ്മനിരതരാകണേ, നിങ്ങൾ അമല് ചെയ്യണേ. എന്റെ കാരണം വസയറല്ലാഹു അമലക്കും, നിങ്ങൾ സകലമാന പ്രവർത്തനങ്ങളും അമലുകളും അല്ല കാണുന്നു. വറസൂലുഹു, മുസ്തഫായ നബി തങ്ങള് പരിശുദ്ധമായ മദീന മണ്ണിലെ പച്ചക്കുബ്ബക്ക് താഴെ ഉറങ്ങുന്ന ലോകത്തിന്റെ ഗുരു കാരുണ്യക്കടലായ റസൂലുള്ളാഹി തങ്ങള് ഈ കർമ്മങ്ങള് കാണുന്നു. അതുപോലെ തന്നെ വൽ മുഅ്മിനൂൻ വൽ മുഅ്മിനൂൻ വൽ മുഅ്മിനൂൻ. എല്ലാ മുഅ്മിനും അല്ല, അൽ മുഅ്മിൻ. ഏതാണ് അൽ മുഅ്മിൻ? അതാണവർ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. അത് ഓവറല്ല. പുത്തൻവാദി പറയും പോലെ അത് ഓവറല്ല. അത് ഖുർആനിന്റെ ആശയമാണ്. അത് ഖുർആനിന്റെ സാരാംശമാണ്. ഖുർആനിന്റെ നേരെ ട്രാൻസ്ലേഷനാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. അതുകൊണ്ട് നല്ല മജ്‌ലിസിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ, നിങ്ങൾ വേറെ സംസാരത്തിൽ ഏർപ്പെടല്ലേ. കേട്ടോ, ഇത് ഞാൻ പറയണത് കേട്ടോ. സമയം പരിമിതമാണ്. തങ്ങൾ വരുന്നത് വരെ മാത്രമേ സംസാരമുള്ളൂ. അതുകൊണ്ട് വിഷയം മനസ്സിലാക്കണം. ഞാൻ ഏതല്ലോ പറഞ്ഞിട്ട് വിഷയം നീട്ടുന്നില്ല. നല്ലപോലെ കേൾക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാണ്. കേട്ടില്ല. അത് കഴിഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലിക്കെത്തി. അതെ, ദാമ്പത്യ ജീവിതം എന്നത് കല്യാണം കഴിക്കണം, എല്ലാരും കഴിക്കണം. സമയായ ബാപ്പ ഉമ്മമാർ അതിന് റെഡിയായി നിന്നോളാം. റെഡിയായി അതിന് നേതൃത്വം കൊടുക്കുന്നത് ക്ലബിന്റെ ചെക്കനല്ല.
ചെക്കന്റെ കല്യാണത്തിന് പെണ്ണ് നോക്കുന്ന വിഷയാവട്ടെ, ആണ് നോക്കുന്ന വിഷയാവട്ടെ, എൻഗേജ്മെന്റ് ആകട്ടെ, ആളെ നിശ്ചയിക്കുന്നതാകട്ടെ, എന്ത് കാര്യമാകട്ടെ, അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് കാരണവന്മാരാണ്, നേതാക്കളാണ്. ഇന്ന് ക്ലബിന്റെ 4 ചക്കം, പിന്നെ യൂത്ത് വിങ്ങിന്റെ 4 പിള്ളമാർ തീർന്നു പോയിട്ട് പെണ്ണു നോക്കിയല്ലായി. 12ാമത്തെ പെണ്ണോലോ എന്ത് മത്തി നോക്കിട്ട് വരുമ്പോൾ ഇങ്ങനെ മീൻ ബജാറില് എന്തിത് പിള്ളമാരെ കളിയാ. ഉപ്പാട് ചോദിച്ചൊക്കെ നിങ്ങ എത്ര പെണ്ണ് നോക്കാൻ പോയിനിപ്പോ? അയാൾ പറയും ഒറ്റ ഒന്ന്. ആരെല്ലാം പോയിന്? ഞാനും എന്റെ ഉപ്പാന്റെ ഉപ്പ 2 ആളും പോയി. ഉപ്പന്നെല്ലാം വിഷയമെല്ലാക്കി ശരിയായി, അൽഹംദുലില്ലാഹ്. നല്ല റാഹത്ത്. ഇന്നോളം അവരെ ജീവിതം മക്കളായി, മരുമക്കളായി, പേരക്കിടാങ്ങളായി, ഒരുപാട് രാവും പകലുകളും അവര് കണ്ടവരായി. ഇല്ല, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകളില്ല, സ്വൈര്യക്കേടുകളില്ല, അശാന്തികളില്ല. നല്ല റാഹത്താണ്, സമാധാനമാണ്. ലക്ഷങ്ങള് പൊടിപൊടിച്ച് രാഷ്ട്രക്കാരെയും അല്ലാത്തവരെയും കൊണ്ടുവന്നിട്ട് മാമ്പാങ്കം നടത്തിയ കല്യാണമില്ല. സുബ്ഹാനല്ലാഹ്, ആഴ്ച തികയുന്നതിന് മുമ്പ് പൊട്ടിപ്പിരിയുന്നു, ഡൈവോഴ്സ് നടത്തപ്പെടുന്നു. കാരണമെന്താ? 2 കൂട്ടരും പരസ്പരം വരനെയും വധുവിനെയും തെരഞ്ഞെടുക്കുമ്പോ ഒന്നാമതായി മാനദണ്ഡമാക്കിയത് ദീനല്ല. ആണോ? ഇനിയിപ്പോ പുതിയാപ്പിളമാറ് പെണ്ണ് നോക്കുമ്പോ പുതിയാപ്പിളമാറല്ല, അയാളെ മാപ്പാൻ തന്നെ എടുക്കാം, ആജിനെ തന്നെ എടുക്കാം. 3 വട്ടച്ച് പോയ ആജില്ലേ, അയാളെന്നെ എടുക്കാം. അയാളെന്നെ പറയണെന്താ? പെണ്ണെട്ടുമ്പോ ആദ്യം മോന് പെണ്ണെട്ടിക്കുമ്പോ പെണ്ണ് അതിൽ വലിയ ടെൻഷൻ ഒന്നും ആക്കണ്ട, നമുക്ക് വേണ്ടിയ പോലെ ഒപ്പിക്കാം. പിന്നെന്തോ ഒപ്പിക്കാൻ പറ്റാത്തത്? ഒപ്പിക്കാൻ പറ്റാതെ 40 പൗണ് തരുന്ന അറിഞ്ഞിട്ട് അതായത് ഒരു ഇല്ല് കുറയാൻ കഴിയില്ല. പിന്നെന്തോ ഒപ്പിക്കാ? പെണ്ണത് നമുക്ക് വേണ്ടി പോലാക്കാം. കണ്ട ഇപ്പോഴും വിഷയം എന്ത്? ആസിവൻ പണ്ടം സ്ത്രീധനം അല്ലേ? എന്നിട്ട് ഇയാൾ ഇപ്പൊ വന്നാണ് ഇവിടെ വേദന കടലാസ് വരുമോ എന്തൊരു ഗുണമില്ല ഉസ്താദ്, ഒരു തായ്ക്കുന്ന ഒരു വെള്ളം പോലും തരുന്നില്ല ഉസ്താദ്. തരാല ചങ്ക പിടിക്കാൻ കാക്കുന്നുണ്ടാവും. എന്തേ കാരണം? അതിനല്ലേ തെരഞ്ഞെടുപ്പ് കൊണ്ടതിന്റെ ഭദ്രകാളി. ദീന നോക്കിയിട്ടാലോ, കെട്ടിക്കുമ്പോ ദീന നോക്കിയിട്ടാലോ? ഇതല്ല നോക്കിയത്. എന്റെ വലിയ മോളെ പണ്ടം ബാക്കിയുണ്ട്, പള്ളിക്കന്റെ മാസപ്പടി ബാക്കിയുണ്ട്, പിന്നെ ഇന്റർലോക്ക് ഇടാൻ ബാക്കിയുണ്ട്, കിച്ചൺ ബാർക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് 3 ലക്ഷം 30 പവനും പോകണം ഈ ബാർക്കാണ്ട് പോവാൻ. കിച്ചൺ ഓളെ കാശ് വേണോ ബാർക്കാൻ? കാശ് മുന്ന് നോക്കിയിട്ട് പെണ്ണട്ട. കാശ് മുന്ന് നോക്കണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കച്ചവടാക്കണ്ട. ഇത് സുബ്രഹ്മണ്യത്ത് കൊണ്ടിരുന്ന പോത്തല്ലാതെ. നിന്റെ മക്കളെ ഗർഭം ധരിക്കാൻ വേണ്ടി വരുന്ന പെണ്ണാണവൾ. നിന്റെ വികാര വിചാരങ്ങളെല്ലാം ശമിപ്പിക്കാൻ വരുന്ന അല്ല തരുന്ന നിയമത്താണവൾ. നിന്റെ വീടിന്റെ കെടാവിളക്കായി വരുന്ന മണിമുത്താണവൾ. അതെ അതെ, നിന്നെ താലോലിക്കാൻ, നിന്റെ മക്കളെ ഓമനിച്ചുണ ഉറക്കാൻ, നിന്റെ മാതാപിതാക്കൾക്ക് താങ്ങായി തണലായി നിൽക്കാൻ കടന്നു വരുന്ന പെണ്ണില്ലേ, അവളെ ദീന് നോക്കിയിട്ട് തെരഞ്ഞെടുത്തോ, പരാജയപ്പെടില്ല, വിരല് കടിക്കേണ്ടി വരില്ല. ഉസ്താദ് പെണ്ണ് പിന്നെ ദീന് നോക്കി തെരഞ്ഞെടുക്കണല്ലോ ഉസ്താദ്. അപ്പൊ ആണോ അങ്ങനെ? ആണിനൊരു എക്സ്ക്യൂസ് ഒന്നും ഇല്ല. ഇത് വേറെ പെണ്ണിനെ കുറിച്ച് മാത്രല്ല, ഇത് ആണും പെൺകുട്ടികളോടാ പറയണ. കല്യാണം തീരുമാനിക്കപ്പെട്ട പെണ്ണ്, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പെണ്ണ്, കല്യാണമുള്ള പെണ്ണ്. നീ കേട്ടോ, നീ പുതിയാപ്പിള ഉപ്പ നോക്കുന്നു എന്നായപ്പോ, ആങ്ങളമാറ് വരനെ തേടുന്നു എന്നായപ്പോ, നീ അവരുടെ മുമ്പിൽ നട്ടല്ലി വിരിച്ച് പറയണം, മുത്തുമോള് എനക്ക് നിങ്ങ എങ്ങനത്തെ ചെക്കനെ നോക്കിയെങ്കിലൊന്നും പറ്റും, മോശമൊന്നും ഇല്ല. പക്ഷേ ഒരു കുറച്ചൊക്കെ ദീനി ബോധവും 5 നേരം നിസ്കാരമൊക്കെ ഉള്ള ആളാണോ, 5 നേരം നിസ്കരിക്കുന്നില്ലെങ്കിൽ മാരിബെങ്കിലും നിസ്കരിക്കുന്നവനാണെന്നും ശരിയോ? ആ ദിവസം മാരിബ് ബാക്കി നിസ്കരിക്കണ്ടെന്നല്ല,
മഗ്‌രിബ് സാധാരണ ഒരു ഫ്രീ ടൈം ആണല്ലോ. ബാക്കി സമയത്ത് ആദ്യം ഇതെല്ലാം കണക്കൂണ പറഞ്ഞിട്ട് ഒപ്പിക്കും. ദുഹൂറിന് ബജാറിലുണ്ടായിന്, അസറിന് സെൻട്രലുണ്ടായിന്, സുബൈക്ക് ആടുണ്ടായിന്, മഗ്‌രിബിനാടുണ്ടായിന്. ഇത് 10, 20, 22 കൊല്ലായി, 23 കൊല്ലായി, ഇന്നോളം നാട്ടിലെ മഗ്‌രിബിന് പള്ളിക്കെത്തിയില്ല എന്ന് കണ്ടാൽ നീ ഉറപ്പിച്ചോ ഒരു നിസ്കാരവും അവനില്ല, സംശയമില്ല. മഗ്‌രിബില്ലേ അവന് ഒരു നിസ്കാരവും ഇല്ല. അവന് സെൻട്രലാണെന്ന് പറഞ്ഞ മോശമില്ല, മിഡിലാണെന്ന് പറഞ്ഞാൽ മോശമില്ല. അതിനാ ഞാൻ പറഞ്ഞ മഗ്‌രിബിൽ നിസ്കരിക്കുന്നവനാണോ, അല്ലാണ്ട് ബാക്കി നിസ്കാരം ഉപേക്ഷിച്ചേക്ക് ആവുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സാരമില്ല എന്നല്ല നീ പറയണം, പെണ്ണ് പറയണം. അത് ഏത് പെണ്ണാ പറഞ്ഞ അങ്ങനെ? ഏത് പെണ്ണത് പറയാ? അങ്ങനെ പറയുന്ന പെണ്ണുണ്ടോ? ഉണ്ടോ? ഉപ്പ മതം നോക്കിയിട്ട് പോകണം. പിന്നെ പുതിയ പിള്ള തേടണം. ഉപ്പ കുറച്ചൊക്കെ പിരിസപ്പാടും സ്നേഹം തരുന്ന പുതിയ പിള്ള മാത്രമല്ല, ഒരു 5 നേരം നിസ്കാരം എല്ലാം തരുന്ന, നിസ്കാരവും നിലപാടെല്ലാം ഉള്ള അങ്ങനത്തോനെ നോക്കി കാസിപ്പോന്നെ നമുക്ക് വേണ്ടി പോലെ ലാക്കല്ലോ ഉപ്പ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുത്തുമോളെ നിങ്ങളുടെ നാട്ടിൽ കണ്ടിന? ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടിന? എവിടെ? അത് എവിടെ പറ? ഇല്ല. ഇപ്പോ ഇവളങ്ങനെ ചെക്കനെ ഏതുപോലെയാണോ പെണ്ണിനെ 6 കൊല്ലം മുന്നേ സെലക്ട് ആക്കിയത്, അതേപോലെ ഇവള് 8 കൊല്ലം മുമ്പേ ചെക്കനെ സെലക്ട് ആക്കി. അതാണ് സെലക്ട് ആയത്. അത് വാട്സപ്പില്, ഫേസ്ബുക്കില്, ടിക്ടോക്കില്. നല്ല സെലക്ഷൻ അല്ലേ? എന്നിട്ട് കല്യാണം 4 കൊല്ലം കഴിഞ്ഞിട്ട് സദസ്സിലിരുന്നിട്ട് വേല അപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത്ര കല്യാണം. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത്ര കല്യാണം. അതിന്റെ ഇടയില് ബേക്കലം ബീച്ച് പോയിന്, കണ്ണൂർ പറശ്ശിനിക്കടവ് പോയിന്, പിന്നെ ഊട്ടിക്ക് പോയിന്, എല്ലാം പോയിന്. ഇൻഷാ അല്ലാഹ് മംഗലത്തിന് മിന്നരിക്ക് ദുബൈക്ക് പോയിട്ട് വരാൻ വിസ എടുത്തില്ല. ഇനി മംഗലം എന്തിതാ അമേരിക്കൻ സംസ്കാരം. ഒരു കാര്യം ചെയ്യും, 4 കുട്ടികളെല്ലാം ലാൻഡേഷനൊക്കെ കഴിഞ്ഞിട്ടാ മതി, തീർന്നല്ല അല്ലെ? ഇപ്പൊ അതല്ലേ നല്ലത്? ഇത് അമേരിക്കൻ സംസ്കാരമല്ല. ഇസ്ലാമിന്റെ സംസ്കാരം മറക്കണ്ട. പരിശുദ്ധമായ ദീന് പറയുന്നു ഇസ്ലാമിൽ ഒരു സംസ്കാരമുണ്ട്. വൈവാഹിക ജീവിതത്തിന് ഇസ്ലാമിൽ ഒരു സംസ്കാരമുണ്ട്. വിവാഹ ജീവിതം വളരെ മനോഹരമാകണം, അത് കൃത്യമാകണം, അത് നല്ല മനപ്പൊരുത്തത്തോടു കൂടിയാകണം, അത് 2 കൂട്ടർക്കും ദീനീബോധത്തോടു കൂടിയുള്ള ചിന്തയോടെയാകണം. അതോടൊപ്പം ആ വിഷയത്തിൽ രക്ഷിതാക്കള് നല്ല ഒരുക്കങ്ങൾ തയ്യാറാക്കണം. ഒരിക്കലും ആ വിഷയത്തിൽ രക്ഷിതാക്കൾ പിന്നെ മാറി നിൽക്കാൻ പാടില്ല. അതവർ വേണ്ടതുപോലെ ചെയ്യട്ടെ, മക്കള് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യട്ടെ എന്നൊരിക്കലും രക്ഷിതാക്കൾ പറയാൻ പാടില്ല. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയവരാണ് നിങ്ങള്. കാലങ്ങളേറെയായി ഉമ്മാനെ ഭാര്യയായി കൊണ്ടു നടന്ന് ജീവിതത്തിന്റെ കയ്പും മധുരവും അനുഭവിച്ചവരാണ് നിങ്ങള്. അപ്പൊ നല്ല പോലെ ജീവിതത്തിന്റെ ബാലപാഠം പഠിച്ച നിങ്ങള് ഒരിക്കലും നിങ്ങളെ മക്കളതാ കല്യാണ പ്രായമാകുമ്പോ അതവർ തിരഞ്ഞെടുക്കട്ടെ, അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മാറി നിൽക്കുന്നതിനർത്ഥമില്ല. പ്രായമായ മക്കൾക്ക് പ്രായമായ ആണാവട്ടെ പെണ്ണാവട്ടെ അവരെ കല്യാണം കഴിപ്പിച്ചോളൂ. ആണുങ്ങളാകുന്ന ബാല്യക്കാര് അതേ യൂത്ത് വിങ്ങിനെ വിളിച്ചിട്ട്, ചെറുപ്പക്കാരെ വിളിച്ചിട്ട്, ബാല്യക്കാരെ വിളിച്ചിട്ട് മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. അതേ ബാല്യക്കാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് കഴിവുണ്ടോ, ആവതുണ്ടോ, ഒരു പെണ്ണിനെ നല്ല പോലെ പോറ്റാൻ കഴിയുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ടോ, അവൾക്ക് അവളുടെ ഹക്കടപാടുകൾ മുഴുവനും പാലിച്ചുകൊണ്ട് നല്ല മട്ടം പോലെ ദാമ്പത്യ ജീവിതം നടത്താൻ കഴിയുമെന്നുള്ള ഉറച്ച ധൈര്യമുണ്ടോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നാൽ ഫല്യതസവ്വജ്, കല്യാണം കഴിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിച്ചോ? കല്യാണം എല്ലാരും കഴിക്കണം പ്രായമായാൽ.
കല്യാണം കഴിക്കാതെയുള്ളൊരു ജീവിതം, അതായത് ബ്രഹ്മചര്യ. കല്യാണം കഴിക്കാതെ വിഭാര്യനായി കഴിയുക, അത് ഇസ്ലാമികമല്ല. മുസ്തഫായ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അതേ അതേ നിങ്ങൾ പെണ്ണുങ്ങളിൽ കല്യാണം കഴിച്ചോളോ. മറ്റൊരായത്തിലുള്ള പറഞ്ഞത് കാണാ, നിങ്ങൾ അടിമകളിൽ നിന്ന്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങളെ കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിക്കണം, അത് ഇസ്ലാമികമാണ്. പ്രായമായ ആൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഹക്കും ബാധ്യതകളും അതിന്റെ മുറ പോലെ നിർവഹിക്കുമെന്നുള്ള ഉറപ്പുണ്ടായാൽ, ആ ഒരു ധൈര്യവും മനക്കരുത്തും ആവതും നിനക്കുണ്ടായാൽ കല്യാണം കഴിക്കണേ ചെറുപ്പക്കാരാ. മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, അർബഉം മിൻ സുനനിൽ മുർസലീൻ. നാല് കാര്യങ്ങള് ലോകത്ത് വന്ന മിക്ക പ്രവാചകന്മാരും ചെയ്തു പോയ കാര്യമാണ്. ലോകത്ത് 1.25 ലക്ഷത്തോളം നബിമാരെ കടന്നു വന്നുവല്ലോ. ആദം നബി അലൈഹിസ്സലാം തൊട്ട് പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ 1.25 ലക്ഷത്തോളം നബിമാർ ലോകത്ത് വന്നു. അതിൽ 90% പ്രവാചകന്മാരും കഴിച്ച 4 കാര്യങ്ങളുണ്ട്, ചെയ്ത 4 കാര്യങ്ങളുണ്ട്. അർബഉം മിൻ സുനനിൽ മുർസലീൻ. 4 കാര്യം എല്ലാ പ്രവാചകന്മാരുടെയും മാതൃകയാണ്, എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ്. 4 കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും ചെയ്തു പോയ സംഗതികളാണ്. ഏതറിയുമോ? സിവാക്ക്. ഒന്ന് മിസ്വാക്ക് ചെയ്യല, പല്ല് തേക്കല്. മിസ്വാക്ക് ചെയ്യുക എന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിന് വലിയ പ്രത്യേകതയുണ്ട്, വലിയ കൂലിയുണ്ട്. എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യണമെന്ന് ദീനിന്റെ കൽപ്പനയുണ്ട്, അല്ലേ? വീട്ടിൽ കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പള്ളിക്ക് കയറുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ, വുളൂഇന്റെ മിന്നെ, നിസ്കാരത്തിന്റെ മിന്നെ, ഉറങ്ങാൻ പോകുമ്പോ, ഉറങ്ങിയിട്ട് എണീക്കുമ്പോ, പിന്നെ അങ്ങനെ പരിശുദ്ധം കാര്യങ്ങൾ മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്തുണ്ട്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞെന്താ, ലൗലാ അന്നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക്. എന്റെ സമുദായത്തിന് പ്രയാസമാകും, ബുദ്ധിമുട്ടാകും, ഭാരമാകും, പ്രശ്നമാകും എന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്ക് ചെയ്യുന്ന കാര്യം ഞാൻ എന്റെ സമുദായത്തിന് നിർബന്ധമാക്കട്ടിയായിരുന്നു. നിസ്കാരം പോലെ, റമളാനിന്റെ നോമ്പ് പോലെ ഞാൻ നിർബന്ധമായും ചെയ്യണമെന്ന് പറയട്ടെയായിരുന്നു മിസ്വാക്ക്, ബ്രഷ് ചെയ്യൽ. പക്ഷെ ഞാനത് പറയാതെ, നിർബന്ധമുള്ള കാര്യമാക്കാതെ സുന്നത്താക്കി മാറ്റിയത്, സുന്നത്തായ കാര്യമായി ഞാൻ കൽപ്പിച്ചത്. നിങ്ങൾക്കത് പ്രയാസമാകും, ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇത്ര കണ്ട് പവിത്രമാണത്. എന്നാ കേൾക്കണോ, ലോകത്ത് വന്ന മിക്ക പ്രവാചകന്മാരും ചെയ്ത പണിയാണത്, മിസ്വാക്ക് ചെയ്യല്. ചില മനുഷ്യന്മാരൊക്കെ സദസ്സിൽ വന്നിട്ടിരുന്നാല്, ബസ്സിൽ കയറിയിട്ട് സീറ്റിലിരുന്നാല്, പള്ളിന്റെ അവിടെ സഫ് കെട്ടിയിട്ട് സൈഡിൽ നിന്നാല്, സുബ്ഹാനല്ലാഹ്, അപ്പൊ തോന്നും ഈ ചങ്ങ എന്തിനിടെ വന്നിട്ട്, എന്തേ വായി നാറിയിട്ട് പല്ലും തേക്കൂല്ല, കുളിക്കൂല്ല. ശരിയല്ല. ഇസ്ലാമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ശുദ്ധി, വൃത്തി.